ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറയാലോ, ഫസ്റ്റ് വ്ളോഗ് ഇട്ടപ്പോൾ തന്നെ കിട്ടിയ റെസ്പോൺസ് എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഇത്രയ്ക്ക് സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേയില്ല. യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ നല്ല മടിയുള്ളത് കൊണ്ട് കുറേ നാളതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇന്നത്തെ ഈ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പാർക്കാണ്. അയർലൻഡിലെ കൗണ്ടി വിക്ലോയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന വിക്ടേഴ്സ് വേ പാർക്ക്. ഇതൊരു സാധാരണ പാർക്കല്ല, ഇതൊരു ഇന്ത്യൻ ഇൻസ്പയർഡ് സ്കൾപ്ചർ പാർക്കാണ്. ഇങ്ങനൊരു പാർക്ക് ഈ രാജ്യത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനും ഞെട്ടി. അപ്പോൾ അതൊന്നും കാണണ്ടേ, അപ്പോൾ ഞങ്ങൾ നേരിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. ഓൾറെഡി മിതു ഇവിടെ വിസിറ്റ് ചെയ്തതാണ്, പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആയിരുന്നു ഇവിടെ. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ പാർക്ക് 2004 പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഈ പാർക്കിന് പറയാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററി തന്നെ ഉണ്ട് കേട്ടോ. ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന ഈ പാർക്കിന് ഓപ്പണിംഗ് അവേഴ്സ് 12 to 6 PM ആണ്. €10 പെർ അഡൽട്ട് ടിക്കറ്റ് പ്രൈസ് വരുന്ന ഈ പാർക്കിൽ പാർക്കിംഗ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. വിക്ടർ ലാങ്ഹെൽഡ് എന്ന പേരുള്ള ഒരു ജർമ്മൻ ബോൺ ഫിലോസഫർ, അയാളാണ് ഈ കലാസൃഷ്ടിയുടെ പിന്നിൽ. വർഷങ്ങൾക്ക് മുമ്പേ സ്പിരിച്വാലിറ്റി പഠിക്കാൻ വേണ്ടി ഇയാൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടത്രേ. അതിന്റെ ഭാഗമായി അദ്ദേഹം നമ്മളുടെ തന്ത്ര അദ്വൈത വേദാന്തങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെയൊരു ആർട്ട് അയർലൻഡിൽ കൊണ്ടുവന്നത് എന്നാണ് ഇതിന്റെ ഹിസ്റ്ററി. ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ എൻട്രൻസ്. നമ്മൾ ഈ ഡാർക്ക് ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഉള്ളിലോട്ട് പോവുക. ഇവിടെയുള്ള ഓരോ സ്റ്റാച്യൂയും ഇന്ത്യയിൽ നിന്ന് പണി കഴിപ്പിച്ച് ഷിപ്പ് വഴിയാണ് അയർലൻഡിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ രൂപത്തിനും ഇന്നർ മീനിങ്സ് ഉണ്ട്. എക്സാമ്പിൾ, ഈ കാണുന്ന ഡാർക്ക് ടണലില്ലേ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് യൂട്രസ്, അതായത് ഗർഭപാത്രത്തിനെയാണ്. നമ്മൾ ഇതിലൂടെ കയറി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ റീബർത്തിനെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. പാർക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് മിറർ ഓഫ് ദ മൈൻഡ് എന്ന കോൺസെപ്റ്റിലാണ്. അതായത് നമ്മളുടെ ഡീപ്പ് സെൽഫ് റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാരണ പാർക്കല്ല, എന്താ പറയുക, ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ അൺകൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടും തോന്നുന്നില്ല. കുറച്ച് സ്പിരിച്വാലിറ്റിയിലും അതേപോലെ തന്നെ ആർട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ കാണുന്ന സ്റ്റാച്യൂസ് ഒക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഇവിടെ നമുക്കൊരു സെൻസ് ഓഫ് ഐസൊലേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സൈലൻസ്. ഇവിടെ നമ്മൾ ആരും സംസാരിക്കുന്നത് പോലും കേട്ടിട്ടില്ല. എല്ലാവരും കാര്യമായിട്ട് ആർട്ട് ആസ്വദിച്ച് നടക്കുകയായിരുന്നു. അയർലൻഡിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ പാർക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാച്യൂവിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് സൈഡിലായിട്ട് ഒരു ബോർഡിൽ കാണാം. അതേപോലെ തന്നെ ഈ സ്റ്റാച്യൂസ് കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൾച്ചറും അയർലൻഡിലെ കൾച്ചറും മിക്സ് ചെയ്തിട്ടാണ് ഈ സ്റ്റാച്യൂസൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഒരു എലീനെ കാണാം. ഗണപതിയുടെ വാഹനമാണല്ലോ എലി, പക്ഷേ ഈ എലിയുടെ മടിയിൽ മാക് ബുക്കാണ്. മൈൻഡ് ബെൻഡിങ് ആർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇവിടെയുള്ള ഓരോ ഗണപതിയുടെ സ്റ്റാച്യൂസും. ഗിന്നസ് കുടിച്ചിരിക്കുന്ന എലിയാണ് ഈ ഗണപതിയുടെ പിന്നിൽ. ഗിന്നസ് എന്ന് പറയുന്നത് അയർലൻഡുകാരുടെ സ്വന്തം ബിയറാണ് കേട്ടോ. ഈ ഡ്രോൺ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. മുന്നിലുള്ള 2 ഗണപതി സ്റ്റാച്യൂസും ഡാൻസ് ചെയ്യാണ്, പുറകിലുള്ളവർ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും വായിക്കുകയാണ്. ആ ഗണപതി സ്റ്റാച്യൂസിൻ്റെ കുറച്ച് ദൂരെയായിട്ട് നമുക്കൊരു വിസ്ഡം സീറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു.
ഈ ഗ്രൗണ്ടിലുള്ള സ്റ്റാച്യൂസ് ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇനി ഉള്ളിൽ, അതായത് ഈ ഫോറസ്റ്റിനുള്ളിൽ ഹിഡൻ ആയിട്ട് കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി ഞാനും ഇതും അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ കാണുന്ന ഓരോ സ്കൾപ്ചറിനും എന്തൊക്കെയൊക്കെയോ മീനിങ് ഉണ്ട്. അത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ പോലെ ഇരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ ഒരു ബോർഡിൽ കാണാം. ഞാനും ഇതും ബുദ്ധിജീവികൾ ആർട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ കഴിവില്ലാത്തവരായതുകൊണ്ട് ജസ്റ്റ് ഈ സ്കൾപ്ചേഴ്സൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടന്നു. ഓരോ സ്കൾപ്ചറും ഓരോ സ്ഥലത്താണ് വെച്ചത്. അതായത് കുറച്ച് ദൂരം നമ്മൾ ഇതേപോലെ ഫോറസ്റ്റിലൂടെ നടന്ന് അടുത്ത സ്കൾപ്ചർ ഒരു ഹിഡൻ സ്പോട്ടിലായിരിക്കും ഉണ്ടാവുക. അത് കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തി അതിനെക്കുറിച്ച് വായിക്കും. ഈ കാട്ടിൽ വേറെ എവിടെയും കാണാത്ത ഒരു സാധനം ഞാൻ കണ്ടു ഗൈസ്. അതായത് ഫോറസ്റ്റ് റിക്ലൈനർ. ഇത് വുഡൻ റിക്ലൈനർ ആണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വരെയുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇങ്ങനെ നടന്ന് ഓരോ സ്കൾപ്ചറിൻ്റെ സ്പോട്ടിലെത്തുമ്പോഴും അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ കാട്ടിൽ നമുക്ക് വഴി തെറ്റിപ്പോവാതിരിക്കാൻ ഇതേപോലത്തെ സൈൻ ബോർഡുകളുണ്ട്. അതുപോലെ നിങ്ങൾ ഫോറസ്റ്റ് ബാത്തിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോട്ടെ, നമുക്ക് വാട്ടർ ബാത്ത് എന്താണെന്ന് സംസാരിക്കാം. അവിടെ നമ്മളുടെ ക്ലെൻസിങ് മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണല്ലോ. അതേപോലെ ഫോറസ്റ്റ് ബാത്തിങ്ങിൽ നമ്മളുടെ ക്ലെൻസിങ് മീഡിയം എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ്. കാട്ടിൽ കയറിയാൽ ചെറിയ ചെറിയ ജീവികളുടെ സൗണ്ടുകൾ, അതേപോലെ ഒരു പ്രത്യേക സ്മെൽ, പിന്നെ നമുക്ക് തോന്നുന്ന ഫിസിക്കലായിട്ടുള്ള സെൻസേഷൻസ്, അതൊക്കെ ഈ ഫോറസ്റ്റ് ആംബിയൻസിൽ ഇൻക്ലൂഡഡ് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻസറി ഇൻപുട്സ് തന്നെയാണ് നമുക്ക് ഫോറസ്റ്റിൽ കയറിയാൽ കിട്ടുന്നത്. ഈ സ്കൾപ്ചർ പാർക്കിൻ്റെ ക്രിയേറ്റർ ഒരു ബുദ്ധിസ്റ്റ് സ്കോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബുദ്ധ സ്റ്റാച്യൂസ് കാണാം. ഇതേപോലെ ബെൽ ഷേപ്പിലുള്ള കുറച്ച് സ്കൾപ്ചേഴ്സ് കാണാം. ഇത് എന്താണെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഈ സ്കൾപ്ചറിൻ്റെ മുകളിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പോലെ എന്തൊക്കെയോ കുത്തിവെച്ചിട്ടുണ്ട്. ഇതുപോലെ എപ്പോഴെങ്കിലും ഫോറസ്റ്റിൽ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് കുറേയേറെ ബെനിഫിഷ്യൽ ഇഫക്റ്റുകൾ, അതായത് മെൻ്റലിയും ഫിസിക്കലിയും കിട്ടുമെന്ന് കുറേ റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വല്ലപ്പോഴും ഇതേപോലെ ഒരു ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അത്രത്തോളം മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഫോറസ്റ്റ് റീക്ലൈനറിനെ കുറിച്ച്. ആദ്യം ഞാൻ അതിലൊന്നും ഇരുന്നില്ല കേട്ടോ. പക്ഷേ ഇത്രയും ദൂരം നടന്നപ്പോൾ എനിക്ക് അതിലൊന്നും ഇരിക്കണമെന്ന് തോന്നി. അങ്ങനെ അതിൽ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നീട് പോയത്.
നിങ്ങൾ ഇപ്പം കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഹെവൻ ഓൺ എർത്ത് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിതാണ്. അത്രയ്ക്കും നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. നമ്മളുടെ ഐസിന് ഏറ്റവും റീഫ്രഷിംഗ് ആയിട്ടുള്ള കളറാണ് ഗ്രീൻ. ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡ്സാണ് ഞാൻ അവിടെ കണ്ടത്. എന്ത് രസമായിരുന്നു അറിയോ ആ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ സ്ഥലം എൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നടന്ന് വരണം. എൻ്റെ ഡ്രീം ലൈഫ് ഞാൻ ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൊമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും അടിപൊളിയാണ് അവിടെ കാണാൻ. ആ ഒരു ഭാഗത്ത് നിന്ന് പോകാൻ തോന്നിയതേയില്ല. അവിടെ ഒരു ബെഞ്ച് കണ്ടപ്പോൾ ഞാനും മിഥു അവിടെ ഇരുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ ഇരുന്ന് ഞാൻ മിഥുൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇനി ഇവിടെ വരണമെന്ന്. എന്ത് ക്യൂട്ടായിട്ടാണെന്ന് അറിയോ ഇവർ ഈ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാർട്ടൂണിലുള്ള പോലെയൊക്കെ തോന്നിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പക്ഷേ ആ മഴ കുറേ നേരമൊന്നും നിന്നില്ല കേട്ടോ. കുറച്ച് നേരം പെയ്ത് തോർന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയർലൻഡിൽ ഇപ്പോൾ സമ്മറാണെന്ന്. പക്ഷേ അയർലൻഡ് ഒരു എക്സെപ്ഷണൽ കൺട്രിയാണ്. ഇവിടെ സമ്മറിലും മഴ പെയ്യും. ദൂരെ കാണുന്ന ആ സ്റ്റാച്ചു ഇല്ലേ, അത് ലോർഡ് ശിവൻ്റെതാണ്. പക്ഷേ ഈ മഴ പെയ്യുമ്പം അത് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്ത് തോർന്നപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ടു. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ആ 2 ബെഞ്ച് മാത്രം. പക്ഷെ എന്തോ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. അതിലൂടെ നടക്കുമ്പോൾ പൈൻവുഡ് സീഡ് പോലത്തെ ഒരു ഗ്രാസ് ആണെന്ന് തോന്നുന്നു, ഒരു ചെടിയുടെ ടിപ്പ് കണ്ടു. ഫൈനലി ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സ്കൾപ്ചേഴ്സും കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയിലൂടെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സ്പെഷ്യൽ സാധനം കാണുന്നത്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ബെഞ്ച് വെച്ച സ്ഥലം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല രസമല്ലേ ഈ ലീഫ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു റൂഫ് പോലെ നിൽക്കുന്നത്. അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് കുറച്ച് നേരമല്ല, അത്യാവശ്യം കുറേ നേരം ആ ഏരിയയിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പം പാവം മിഥു എനിക്ക് വ്ളോഗിലിടാനുള്ള വീഡിയോസൊക്കെ എടുത്ത് തരുമായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടും ആ ഭാഗത്തേക്ക് വേറെ വിസിറ്റേഴ്സ് ഒന്നും വരാത്തതുകൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം തോന്നി. അങ്ങനെ കുറച്ച് നേരം ഞാൻ പ്രാണായാമം ചെയ്തു. മുൻപിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെപ്പറ്റി മെല്ലെ മെല്ലെ ഓരോ വീഡിയോയിലായിട്ടും പറയാമെന്ന്. എനിക്ക് ഇന്ന് പറയാനുള്ളത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. നിർഭാഗ്യവശാൽ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. കാരണം ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അയർലൻഡ് ആയുർവേദം അംഗീകരിക്കാത്ത വൺ ഓഫ് ദ കൺട്രി ആയതുകൊണ്ട് ഇവിടെ ഞാൻ മെഡിക്കൽ റെക്കോർഡ് ക്ലറിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ റൂട്ട്സ് ആയുർവേദമാണല്ലോ, അതുകൊണ്ട് തന്നെ ആയുർവേദത്തെ ഈ കൺട്രിയിൽ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ട്. സോ എന്തെങ്കിലും ഈ ഗവൺമെൻറ് ആയുർവേദത്തെ അംഗീകരിക്കുന്ന ഒരു ടൈം വരികയാണെങ്കിൽ അപ്പം ഞാൻ എന്തായാലും എൻ്റെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കും. കൾച്ചറൽ ക്യൂരിയസും അതേപോലെ ഓപ്പൺനെസ്സിന് ഒട്ടും മടിയില്ലാത്തവരുമാണ് അയർലൻഡുകാർ. അപ്പോൾ എപ്പോഴെങ്കിലും ഇവരിത് ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. എന്താ ആ ചിരി? നിങ്ങൾ ആ ചിരി കണ്ടില്ലേ? കുറേ നാളായിട്ടുള്ള ആഗ്രഹം സാധിച്ചതിൻ്റെതാണത്. ഒരു ഡ്രോൺ സ്വന്തമാക്കണമെന്ന് കുറേ നാളായി മിഥുൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ആഗ്രഹവും ഞങ്ങൾ സാധിച്ചു. യൂട്യൂബിൽ ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തപ്പം ഈ ഡ്രോൺ വാങ്ങാൻ ഒരു കാരണം കൂടിയായി അത്. അങ്ങനെ വിക്ടേഴ്സ് വേ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ ബൈ ഗൈസ്.